വടക്കൻ ജില്ലകളിലേക്ക് വരുമ്പോൾ അവിടെ മഴയുടെ ശക്തി കുറഞ്ഞിരിക്കുന്നു. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. കക്കയം ഡാമിൽ ജലനിരപ്പ് ഉയർന്നതോടെ 2 ഷട്ടറുകൾ നേരത്തെ തുറന്നിരുന്നു. ടി നന്ദഗോപാൽ കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകും. നന്ദഗോപാൽ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു പ്രഭാതമാകാനുള്ള സാധ്യതയുണ്ടെന്ന് രാവിലെ ഒരു അന്തരീക്ഷം കണ്ടപ്പോൾ തോന്നി. പക്ഷേ യെല്ലോ അലേർട്ടാണ്, അതുകൊണ്ട് മഴയ്ക്ക് സാധ്യതയുണ്ട്. അത് പ്രതീക്ഷിക്കുകയും ചെയ്യാം. എന്തൊക്കെ മുന്നറിയിപ്പുകൾ ജില്ലയുമായി ബന്ധപ്പെട്ട് നൽകുന്നു നന്ദഗോപാൽ? ഗുഡ് മോർണിംഗ് ജിൽസി. കോഴിക്കോട് ഇപ്പോൾ മഴയുടെ ശക്തി നന്നായി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. കഴിഞ്ഞ 2 ദിവസമായി നിർത്താതെ മഴ പെയ്തത് വലിയ ആശങ്കയുണ്ടാക്കിയിരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടെ വലിയ വെള്ളക്കെട്ടുണ്ടായി. പല സ്ഥലങ്ങളിലും വലിയ നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാവിലെയോടുകൂടി മഴയുടെ ശക്തി കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ കുറഞ്ഞതോടെ ഈ വെള്ളക്കെട്ടുകളൊക്കെ തന്നെ പൂർണ്ണമായും ഒഴിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം കൊയിലാണ്ടി മേഖലകളിലെ ചില പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്നു എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. പാലക്കാട്, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ ഇപ്പോൾ മഴയുടെ ആശങ്ക കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ തെളിഞ്ഞ കാലാവസ്ഥയാണ്. അതേസമയം ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും മലയോര മേഖലകളിൽ ഉൾപ്പെടെ യാത്ര ചെയ്യുന്നവർ ജാഗ്രത പാലിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും യെല്ലോ അലേർട്ടാണ്. ഒരു പക്ഷേ ഇന്ന് രാവിലെ തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ പോലും ഉച്ചയ്ക്ക് ശേഷം മഴ വീണ്ടും ശക്തി പ്രാപിക്കാനുള്ള ഒരു സാധ്യത കളയുന്നില്ല. അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിലും ജാഗ്രത പാലിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഏതായാലും മഴ വിട്ടുനിന്നതോടുകൂടി താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ടൊക്കെ തന്നെ പൂർണ്ണമായും ഒഴിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഒപ്പം തന്നെ മറ്റ് നാശനഷ്ടങ്ങളൊന്നും തന്നെ ഈ മണിക്കൂർ വരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതും ആശ്വാസകരമായ കാര്യമാണ്.